students, welcome to Candela Learnings. So, നമ്മൾ റിവിഷൻ ക്ലാസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് 10th കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്ററിന്റെ റിവിഷൻ ചെയ്യാം. സെക്കൻഡ് ചാപ്റ്ററിന്റെ ഹെഡിങ് എന്തായിരുന്നു? ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് അല്ലേ? സോ നമുക്ക് റിവിഷനിലോട്ട് പോവാം. ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്. ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ആദ്യം വോളിയം, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് പഠിക്കാനുണ്ട്. എന്താണ് വോളിയവും പ്രഷറും ടെമ്പറേച്ചറും ഒരു ഗ്യാസിൻ്റെ എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ കൂടെ വോളിയവും പ്രഷറും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പഠിക്കാനുണ്ട്. പിന്നെ വോളിയവും ടെമ്പറേച്ചറും എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് പഠിക്കാനുണ്ട്. വോളിയം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് പഠിക്കാനുണ്ട്. പിന്നെ നമുക്കതിൽ വരുന്നത് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്താണ് എന്നും നമ്പർ ഓഫ് ആറ്റംസ് ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്താണ് എന്നും പിന്നെ ഗ്രാം അറ്റോമിക് മാസ് എന്താണ്, ഗ്രാം മോളിക്കുലർ മാസ് എന്താണ് എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ പഠിക്കാനുള്ളതാണ് ആ ചാപ്റ്ററിൽ ലാസ്റ്റ് ആയിട്ട് മോൾ കോൺസെപ്റ്റ്. ഓക്കെ, സോ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. സോ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഗ്യാസ് എന്താണ്? ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് അല്ലേ? സോ അതിൽ എന്തൊക്കെ ഉണ്ടാകും? മോളിക്യൂൾസ് ഉണ്ടാകും, ആറ്റംസ് ഉണ്ടാകും, അങ്ങനെ ലോവർ കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ടാകും അല്ലേ? സോ ഒരു ഗ്യാസിന് അതിൻ്റെ മോളിക്യൂൾസ് ഇമ്പാർട്ട് ചെയ്യുന്ന ചില പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിന് എന്തൊക്കെ ഉണ്ടാകും? വോളിയം ഉണ്ടാകും. ഒരു ഗ്യാസിന്, ഒരു ലിക്വിഡിനോ എന്തുണ്ട്? വോളിയം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? അതുപോലെ തന്നെ സോളിഡിനും വോളിയം ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഗ്യാസിനും എന്തുണ്ട്? വോളിയം ഉണ്ട്. അതേപോലെ ഗ്യാസിനും എന്തുണ്ട്? ടെമ്പറേച്ചറും ഉണ്ട്, ഗ്യാസിനൊരു പ്രഷറും ഉണ്ട്. സോ ഗ്യാസിന്റെ വോളിയം എന്താണ്? എന്താണ് ഗ്യാസിന്റെ വോളിയം? നമ്മൾ ഒരു കണ്ടെയ്നറിൽ ഗ്യാസ് എടുക്കുന്ന സമയത്ത് ആ കണ്ടെയ്നറിന്റെ വോളിയം എന്താണോ അതായിരിക്കും ആ ഗ്യാസിന്റെ വോളിയം. സോ വോളിയം ഓഫ് ദ കണ്ടെയ്നർ ഇറ്റ് ഒക്യുപ്പൈസ് വിൽ ബി ദ വോളിയം ഓഫ് എ ഗ്യാസ്. ഓക്കെ, പിന്നെ പ്രഷർ. പ്രഷർ എന്താ പറയുന്നത്? ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ. ഗ്യാസിൽ എന്തുണ്ട്? സ്മോൾ കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? സോ എന്തൊക്കെയായിരിക്കും? ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം. ഈ മോളിക്യൂൾസ് എന്ത് ചെയ്യുക? അവരിങ്ങനെ സിഗ്സാഗ് മോഷൻ ആണ്. അവരിങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യുന്നുണ്ട്. മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു മോളിക്യൂൾ വേറൊരു മോളിക്യൂളിനെ പോയി ഇടിക്കാം, അത് വേറൊരു മോളിക്യൂളിനെ പോയി ഇടിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു ഇതൊരു കണ്ടെയ്നറിലാണ് ഉണ്ടാവുക എടുക്കുന്നതെന്ന് പറഞ്ഞല്ലേ? സോ ആ കണ്ടെയ്നറിന്റെ വാൾസിലൊക്കെ പോയി ഇടിക്കാം. ഇങ്ങനെ ഇടിക്കുന്ന സമയത്ത് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സ് ഒരു യൂണിറ്റ് ഏരിയ, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആക്കി മാറ്റുമ്പോഴാണ് അത് എന്തായി മാറുന്നത്? പ്രഷറായി മാറുന്നത്. സോ മോളിക്യൂൾസ് അത് പരസ്പരം ഇടിക്കുകയും പിന്നെ വോൾസ് കണ്ടെയ്നറിന്റെ വോളിൽ പോയി ഇടിക്കുകയും ചെയ്യും. ഈ സമയത്ത് നമുക്കൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഈ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് നമ്മുടെ ഗ്യാസിന്റെ പ്രഷർ വരുന്നത്. ഓക്കെ, ഇനി പറയാനുള്ളത് ഗ്യാസിന്റെ ടെമ്പറേച്ചർ ആണ്. സോ നമുക്കറിയാം ചൂട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ? ചൂടാണ്, ഇത് തണുപ്പാണ്. ഇതൊക്കെ എന്താണ്? ടെമ്പറേച്ചറിന്റെ മെഷർമെന്റ്സ് ആണ്. സോ കോൾഡ്, ഹോട്ട്, ഹോട്ട്നെസ് ആൻഡ് കോൾഡ്നെസ്, ഇതൊക്കെ എന്താണ്? ടെമ്പറേച്ചറിന്റെ മെഷർമെന്റ്സ് ആണ്. സോ ഒരു ഗ്യാസിനെ നമ്മൾ എങ്ങനെയാ പറയാ? അതിന്റെ ടെമ്പറേച്ചർ എങ്ങനെയാ പറയാ? നോക്കാം. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഇൻ എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിലെ ആവറേജ് കൈനറ്റിക് എനർജിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്യാസിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ടെമ്പറേച്ചർ കൂടിയാൽ അവിടെ എന്ത് കൂടും? കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടുമ്പോൾ അവിടെ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ്സ് കൂടും. ഓക്കെ, സോ എന്താണ് വോളിയം, എന്താണ് പ്രഷർ, എന്താണ് ടെമ്പറേച്ചർ എന്ന് മനസ്സിലായി. ഇനി ഇവ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ അതിൽ ആദ്യം പഠിക്കാനുള്ളത് വോളിയവും പ്രഷറും എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ്. സോ വോളിയത്തിന്റെയും പ്രഷറിന്റെയും ഈ ഡിപ്പെൻഡൻസിന് ഒരു ലോ ഉണ്ട്. ലോന്റെ പേരാണ് ബോയിൽസ് ലോ. ലോന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. ഒരു ഡെഫിനിറ്റ് ടെമ്പറേച്ചറിൽ, ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നമ്മൾ വോളിയം, ഒരു ഡെഫിനിറ്റ് മാസ് ഉള്ള ഗ്യാസിന്റെ വോളിയം എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. എന്താണ്? നമ്മൾ പ്രഷർ കൂട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പ്രഷർ കൂട്ടുന്ന സമയത്ത് വോളിയം കുറയും. ഓക്കെ, ഒരു ഡെഫിനിറ്റ് മാസ് ഉള്ള ഒരു ഗ്യാസിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ വോളിയം കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ, അതായത് വലിയ കുഞ്ഞു കണ്ടെയ്നറിന് വലിയ കണ്ടെയ്നറിലോട്ട് മാറ്റുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? കുഞ്ഞി കണ്ടെയ്നറിലായിരുന്ന സമയത്ത് എൻക്ലോസ്ഡ് കുഞ്ഞ് സ്പേസ് ആണല്ലേ? സോ കൂടുതൽ എന്തുണ്ടാവും? ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. കൂടുതൽ തവണ വാൾസിൽ പോയി ഇടിക്കുകയൊക്കെ ചെയ്യും അല്ലേ? അപ്പോൾ അവിടെ പ്രഷർ കൂടില്ലേ? സോ അതിന് നമ്മൾ വലിയ കണ്ടെയ്നർക്കാക്കി മാറ്റുമ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ടാവും അല്ലേ മോളിക്യൂൾസിന് മൂവ് ചെയ്യാൻ. അപ്പോൾ അധികം ഇൻട്രാക്ഷൻസും അധികം
കൊളീഷൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഈ കൊളീഷൻസ് കുറയുമല്ലേ അവിടെ. സോ അവിടെ ഫോഴ്സ് കുറയും, അപ്പോൾ പ്രഷറും കുറയും. സോ എന്താ ചെയ്യുന്നത്, നമ്മളൊരു ഡെഫിനിറ്റ് മാസ് ഉള്ള ഗ്യാസിന് എടുക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ എങ്ങനെയാണ് വോളിയവും പ്രഷറും റിലേറ്റ് ആയി ചെയ്തിരിക്കുന്നത്? വോളിയം കുറയുന്ന സമയത്ത് പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. ദേ ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ഓക്കെ, സോ പി ആൻഡ് വി ഇസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം വിൽ ബി എ കോൺസ്റ്റന്റ്. എന്താണ് പി? പി നമ്മൾ പ്രഷറിനെ ഡിനോട്ട് ചെയ്യാണ്. എന്താണ് വി? വി എന്ന് നമ്മൾ വോളിയത്തിന് ഡിനോട്ട് ചെയ്യാണ്. ഈ പ്രഷറിന്റെയും വോളിയത്തിന്റെയും പ്രോഡക്റ്റ് അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോൺസ്റ്റന്റ് കിട്ടുമെന്നാണ് ബോയിൽ പറയുന്നത്. ബോയിൽ ആണ് നമുക്ക് ഈ ലോ പറഞ്ഞു തന്നിട്ടുള്ളത്. ദ ലോ നെയിം ഈസ് ബോയിൽസ് ലോ. ഓക്കെ, സോ ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്? പി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വോളിയം. സോ നമ്മൾ രണ്ട് കേസസ് എടുക്കുകയാണ്. സോ ആദ്യത്തെ കേസിൽ നമുക്ക് P1 ആയിരുന്നു പ്രഷർ, അതിൻ്റെ വോളിയം ആ സമയത്ത് V1 ആയിരുന്നു എന്ന് വിചാരിക്കുക. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? നമ്മൾ പ്രഷർ മാറ്റുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രഷർ. സോ P1 നിന്ന് നമ്മളൊരു പ്രഷർ കൂട്ടി കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ കൂട്ടുന്ന സമയത്ത് P2 ആയി മാറും അല്ലേ. അപ്പം എന്താ? വോളിയം കുറഞ്ഞു വരും. സോ ദാറ്റ് വിൽ ബി V2. എന്താ പറയുന്നത്? ഫസ്റ്റ് കേസിൽ ഉണ്ടാകുന്ന പ്രഷറും വോളിയത്തിന്റെയും പ്രോഡക്റ്റ് സെക്കൻഡ് കേസിൽ ഉണ്ടാകുന്ന പ്രഷറിന്റെയും വോളിയത്തിന്റെയും പ്രോഡക്റ്റിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ എക്സാംസിന് പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ ചൂസ് ചെയ്യേണ്ടത്. P1 V1 will be equal to P2 V2. നെയിം ഓഫ് ലോ വാസ് ബോയിൽസ് ലോ. ആരാ തന്നത്? ബോയിൽ. ഓക്കെ, ദ റിലേഷൻഷിപ്പ് വാസ് ബിറ്റ്വീൻ വോളിയം ആൻഡ് പ്രഷർ. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് വോളിയം ആൻഡ് ടെമ്പറേച്ചർ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്. സോ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? നേരത്തെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരുന്നു, പ്രഷറും വോളിയം ആയിരുന്നു ഡിപ്പെൻഡൻസ്. ഇവിടെ വോളിയവും ടെമ്പറേച്ചറും എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? സോ അത് പറയുമ്പോൾ ഒബ്വിയസ്ലി പ്രഷർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ. സോ ഹിയർ അവർ ലോ ഇസ് ചാൾസ് ലോ. ജാക്കസ് ചാൾസ് ആണ് ഈ ലോ പ്രപ്പോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ലോക്ക് ചാൾസ് ലോ എന്നാണ് പേരിട്ടിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്ന് നോക്കാം. സോ സ്റ്റേറ്റ്മെന്റ് ഈസ് അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ. പ്രഷറിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കാണ്. അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ volume of a definite mass of gas is directly proportional to temperature in Kelvin scale. Volume of a definite mass of gas. നമ്മളൊരു ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസിന്റെ വോളിയം എടുക്കുകയാണെങ്കിൽ അത് ആരോട് പ്രപ്പോർഷണൽ ആയിരിക്കും? നമ്മളുടെ ടെമ്പറേച്ചറിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും. പ്രപ്പോർഷണൽ ആയിരിക്കും എന്ന് പറയുമ്പോൾ വോളിയം കൂട്ടുന്ന സമയത്ത് ടെമ്പറേച്ചറും കൂടും, വോളിയം കുറക്കുന്ന സമയത്ത് ടെമ്പറേച്ചറും കുറയും. ഓക്കെ, അതാണ് എന്ത്? പ്രപ്പോർഷണാലിറ്റി. നേരത്തെ നമ്മൾ പഠിച്ചത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരുന്നു, ഇവിടെ പ്രപ്പോർഷണൽ ആണ്. കൂട്ടുന്ന സമയത്ത് കൂടുന്നു, കുറക്കുന്ന സമയത്ത് കുറയുന്നു. ഓക്കെ, സോ ഹിയർ ഇഫ് വി ഇസ് വോളിയം, വോളിയത്തിന് നമ്മൾ വി എന്ന് വിളിക്കുകയാണെങ്കിൽ ആൻഡ് ടെമ്പറേച്ചർ ഇസ് ടി, ടെമ്പറേച്ചർ നമ്മൾ ടി എന്ന് വിളിക്കുകയാണെങ്കിൽ വി ബൈ ടി വിൽ ബി എ കോൺസ്റ്റന്റ്. വി ബൈ ടി വിൽ ബി എ കോൺസ്റ്റന്റ്. സോ എന്താണ്? വി വോളിയം ഡിവൈഡഡ് ബൈ ടി ഈസ് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പോലെ ടു കേസസ് എടുക്കുന്ന സമയത്ത് V1 ബൈ T1 വിൽ ബി ഈക്വൽ ടു നമ്മൾ ചേഞ്ച് ചെയ്യുന്ന വോളിയവും പ്രഷറും V2 ബൈ T2. സോ ഈ ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ പ്രോബ്ലംസിൽ ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാ വരാ? V1 ബൈ T1 ഇസ് ഈക്വൽ ടു V2 ബൈ T2. ഇതിന് നമുക്കൊന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ ചെയ്യാം. ദാറ്റ് വിൽ ബി V1 T2 equal to V2 T1. സോ ഇവിടെ എന്താണ്? ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ നമ്മളൊരു ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് എടുക്കുന്ന സമയത്ത് വോളിയവും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. വോളിയം കൂട്ടുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടുന്നു. ഓക്കെ, ആൻഡ് ലോ ഇസ് ചാൾസ് ലോ ആൻഡ് റിലേഷൻഷിപ്പ് ഇസ് ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ. സോ മനസ്സിലായില്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് വോളിയം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അവരുടെ ഡിപ്പെൻഡൻസ്. സോ എന്താണ് നമ്പർ ഓഫ് മോളിക്യൂൾസ്? എന്താണ്? എത്ര എണ്ണം മോളിക്യൂൾസ് ഉണ്ട് അതിനകത്ത് എന്നാണല്ലേ. സോ അവരെങ്ങനെയായിരിക്കും? ഒരുപാട് വോളിയം ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്കറിയാം ഒരുപാട് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും അല്ലേ. സോ നമുക്ക് നോക്കാം ആരാണ് ലോ തന്നിട്ടുള്ളത്. ലോ പ്രപ്പോസ്ഡ് ബൈ അവോഗാഡ്രോ.
അവോഗാഡ്രോസ് ലോ എന്നാണ് ഈ ലോനെ പറയുന്നത്. അവോഗാഡ്രോന്റെ ഫുൾ നെയിം അമീജിയോ അവോഗാഡ്രോ എന്നാണ് കേട്ടോ. സോ ലോ വാസ് അവോഗാഡ്രോസ് ലോ വാസ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇവിടെ നമ്മൾ ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും എന്താക്കി എടുക്കുകയാണ്? കോൺസ്റ്റന്റ് ആക്കി എടുക്കുകയാണ്, ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, അറ്റ് എ കോൺസ്റ്റന്റ് temperature and pressure, the volume of gas is directly proportional to number of molecules. നമ്മൾ ഗസ് ചെയ്ത പോലെ എന്താണ്? വോളിയം ഓഫ് ഗ്യാസ് കൂടുന്ന സമയത്ത് നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുന്നുണ്ട്. സോ എങ്ങനെയാണ്? വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. ഒരുപാട് വോളിയം ഉണ്ടെങ്കിൽ അതിൽ ഒരുപാട് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാകും. ഓക്കെ, സോ നമ്മൾ ഇവിടെ 2 കേസസ് ആക്കി എടുക്കുകയാണ്. ആദ്യം ഒരു വോളിയം ഉണ്ടായിരുന്നു, ദാറ്റ് ഇസ് V1. അതിൽ എന്തുണ്ടായിരുന്നു? V1, അതിൻ്റെ കൂടെ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരുന്നു. ആ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് നമ്പർ ഓഫ് മോളിക്യൂൾസിനെ നമ്മൾ ഇവിടെ N1 ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു, നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വോളിയം V2 ഡിവൈഡഡ് ബൈ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഡിവൈഡ് ചെയ്ത ഈ ഫ്രാക്ഷനും V1 ബൈ N1 എന്നുള്ള ഫ്രാക്ഷനും V2 ബൈ N2 എന്നുള്ള ഫ്രാക്ഷനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. They will be, so we can say that volume divided by number of molecules, number of molecules will be a constant എന്ന് നമുക്ക് പറയാൻ പറ്റും. Okay, so relationship was between volume and number of molecules. വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും തമ്മിലാണ് റിലേഷൻ വരുന്നത്. തന്നിട്ടുള്ളത് അമീജിയോ അവോഗാഡ്രോ, ലോന്റെ നെയിം അവോഗാഡ്രോസ് ലോ. സോ അവോഗാഡ്രോസ് ലോ പറയുന്നത് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ വോളിയം ഓഫ് ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. സോ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ ഇക്വേഷൻ ശ്രദ്ധിക്കണം. V1 ബൈ N1 ഇസ് ഈക്വൽ ടു V2 ബൈ N2. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ നോക്കൂ, ഹൗ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആർ കാൽക്കുലേറ്റഡ്. എങ്ങനെയാണ് മൈന്യൂട്ട് പാർട്ടിക്കിൾസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സോ നമുക്ക് കയ്യിൽ ഒരുപാട് ബോൾസ് ഉണ്ടെങ്കിൽ നമുക്ക് എണ്ണി നോക്കാം അല്ലേ, 1 2 3 എന്ന് വേണ്ടിയിട്ട് എണ്ണി നോക്കാം. പക്ഷെ അത് കുറച്ചുകൂടെ ചെറുതാണെങ്കിൽ എന്താണ്, നമ്മൾ റൈസ് ആണ് എടുക്കുന്നത്, അരിയാണ് എടുക്കുന്നതെങ്കിൽ അത് എണ്ണാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാകും അല്ലേ. ഇനി അതൊരു സാൻഡ് ഗ്രെയിൻ ആയി മാറുമ്പോഴോ അതിനെ എണ്ണാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമുക്കുള്ളത് ആറ്റംസും മോളിക്യൂൾസും ഒക്കെയാണ്. ഇവയെ നമുക്ക് നേക്കഡ് ആയി കൊണ്ട് കാണാൻ കഴിയില്ല. ഇവരെ നമ്മൾ കൗണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് അത് നോക്കാം. If a particles having same size and same mass, total number of particles can be determined if we know the mass of single particle and total mass. So നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് അറിയാവുന്ന മാസുള്ള ഒരു സാധനം നമുക്ക് എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം കേട്ടോ. സോ എൻ്റെ കയ്യിലൊരു ബോൾ ഉണ്ട്. ഈ ബോളിൻ്റെ മാസ് M ആണ്. എത്ര ബോൾ ഉണ്ട്? ഒരുപാട് ബോൾ ഉണ്ട്. ഈ ബോളിൻ്റെ സിംഗിൾ ബോളിൻ്റെ മാസ് നമുക്ക് M എന്നും, അതൊരു കണ്ടെയ്നറിൽ ഒരുപാട് ബോൾസ്, എണ്ണാൻ കഴിയാത്ത അത്ര എമൗണ്ട് ബോൾസ് ഉള്ള സമയത്ത് അതിൻ്റെ മാസ് ക്യാപിറ്റൽ M ആണ് എന്നും അറിയാം. രണ്ടിൻ്റെയും മാസ് അറിയാം. സെയിം സൈസുള്ള സെയിം മാസുള്ള കുറേ നമ്പർ ഓഫ് ബോൾസ് ആണ് ഈ കണ്ടെയ്നറിൽ ഉള്ളത് എന്നും അറിയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ മാസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? നമുക്ക് അറിയാവുന്ന ഈ കുഞ്ഞി മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ സ്മോൾ m. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ടോട്ടൽ മാസിനെ നമ്മൾ അറിയാവുന്ന കുഞ്ഞി മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പം എന്താ കിട്ടുക? എത്ര എണ്ണം അത്ര തരത്തിലുള്ള ബോൾ ഉണ്ട് എന്ന് നമുക്ക് കിട്ടുമല്ലേ. സെയിം കോൺസെപ്റ്റ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ദീസ് സ്മോൾ പാർട്ടിക്കിൾസ് ആർ ഓൾസോ കാൽക്കുലേറ്റഡ്. ഓക്കെ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഈ സെയിം മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കൂ, ഇഫ് പാർട്ടിക്കിൾസ് ഹാവിങ് സെയിം സൈസ് ആൻഡ് മാസ്, ഒരേ സൈസും മാസും ഉള്ള പാർട്ടിക്കിൾസ് ഒരുപാട് എണ്ണം ഉണ്ടെങ്കിൽ അവരുടെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സിംഗിൾ പാർട്ടിക്കിൾ.
ടോട്ടൽ മാസിനെ നമ്മൾ മാസ് ഓഫ് സിംഗിൾ പാർട്ടിക്കിൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടും. മനസ്സിലായില്ലേ? സോ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്നുള്ളതാണ്. റിലേറ്റീവ് അറ്റോമിക് മാസ് എന്താണെന്നുള്ളതാണ്. സോ ഒരു ആറ്റത്തിന്റെ മാസ് വേറൊരു ആറ്റത്തിന്റെ മാസുമായി കമ്പയർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ടേം കൊണ്ടുവരിക, റിലേറ്റീവ് എന്ന ടേം കൊണ്ടുവരിക. സോ ഇവിടെ നമ്മൾ ഏത് മാസിനെ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത് എന്ന് നോക്കാം. സോ ഇൻ ദിസ് മെത്തേഡ് മാസ് ഓഫ് ആൻ ആറ്റം ഈസ് കമ്പയർഡ് ടു മാസ് ഓഫ് അനദർ ആറ്റം. ഒരു ആറ്റത്തെ മറ്റൊരു ആറ്റത്തിന്റെ മാസുമായി കമ്പയർ ചെയ്യാണ്. ആൻഡ് എക്സ്പ്രസ്ഡ് ആസ് എ നമ്പർ, ഒരു നമ്പർ ആയിട്ട് നമ്മൾ ഇതിനെ എക്സ്പ്രസ് ചെയ്യാണ്. ഓക്കെ, വിച്ച് ഷോസ് ഹൗ മെനി ടൈംസ് ഇറ്റ് ഈസ് ഹെവിയർ ദാൻ ദ അതർ ആറ്റം. സോ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഹെവിയർ ഒന്ന് ലൈറ്റർ, ഇത് എത്ര ടൈംസ് ഹെവിയർ ആണ് എത്ര ടൈംസ് ലൈറ്റർ ആണ് എന്നാണ് നോക്കുന്നത്. ഓക്കെ, ദ അറ്റോമിക് മാസ് ഓഫ് എലമെന്റ്സ് 1/12th മാസ് ഓഫ് an atom of carbon 12 ഈസ് 1 യൂണിറ്റ്. നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ ഒരു യൂണിറ്റ് ഉണ്ട്. അതെന്താണ്? കാർബൺ 12 എന്ന ഐസോടോപ്പിന്റെ 1/12th മാസ്. കാർബൺ 12 എന്ന ഐസോടോപ്പ്, കാർബണിന് വേറെ ഐസോടോപ്സ് ഉണ്ട് അല്ലേ? സോ കാർബണിന്റെ ഏത് ഐസോടോപ്പ് എടുക്കുന്നത്? 12 എന്ന ഐസോടോപ്പില് മാസ് ഓഫ് കാർബൺ 12 ഇതിന്റെ എന്താണ്? 1/12th മാസ് ആണ് എടുക്കുന്നത്. എന്തായിട്ട്? ഒരു യൂണിറ്റ് ആയിട്ട്. ആ മാസിനെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ ആറ്റത്തിന്റെയും മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് അറ്റോമിക് മാസ്. അതിനെ നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റ് എന്നുകൂടെ പറയും. AMU എന്ന് ഡിനോട്ട് ചെയ്യും. AMU എന്ന് ക്യാപിറ്റൽ ലെറ്റേഴ്സിലും AMU എന്ന് സ്മോൾ ലെറ്റേഴ്സിലും ഡിനോട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്താണ്? ഒരു ആറ്റത്തെ മറ്റൊരു ആറ്റത്തിന്റെ മാസുമായി കമ്പയർ ചെയ്യുന്നു. സോ ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പയർ ചെയ്യാൻ എടുത്തു വെച്ചിട്ടുള്ളത് ആരെയാണ്? കാർബൺ 12ന്റെ, കാർബൺ 12 എന്ന കാർബണിന്റെ ഐസോടോപ്പിന്റെ 1/12th മാസ് ആണ് നമ്മളൊരു യൂണിറ്റ് ആക്കി വെച്ചിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ ആറ്റത്തിന്റെയും മാസ് പറയുന്നത്. സോ റിലേറ്റീവ് അറ്റോമിക് മാസ് മനസ്സിലായില്ലേ? സോ ഇനി നമുക്ക് മോൾ കോൺസെപ്റ്റ് പഠിക്കാം. മോൾ കോൺസെപ്റ്റ് സിമ്പിൾ ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഈ മോൾ കോൺസെപ്റ്റ്. ഓക്കെ, സോ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, എത്ര എണ്ണം അല്ലേ? സോ നമുക്കറിയാവുന്ന ഇത്തരം യൂണിറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയായിരുന്നു? നമുക്കറിയാം 1 പെയർ. 1 പെയർ എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് എത്ര യൂണിറ്റ്സ് ഉണ്ടാകാറുണ്ട്? 2 യൂണിറ്റ്സ് ഉണ്ടാകാറുണ്ട് അല്ലേ? 1 പെയർ 2 എണ്ണം ഉണ്ടാകാറുണ്ട് അല്ലേ? ഓക്കെ, സോ 1 ഡസൻ എന്ന് പറയുന്ന സമയത്തോ, ഒരു ഡസൻ എഗ്സ് എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് എത്ര എഗ്സ് ഉണ്ടാവാറുണ്ട്? 12 എഗ്സ് ഉണ്ടാവാറുണ്ട് അല്ലേ? സോ 1 ഡസൻ കറസ്പോണ്ട്സ് ടു 12 യൂണിറ്റ്സ്. അതിൽ 12 എണ്ണം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ 1 മോൾ എന്ന് പറയുന്ന സമയത്ത് അവിടെ എത്ര എണ്ണമാണുള്ളത്? 1 മോൾ എന്ന് പറയുന്ന സമയത്ത് അവിടെ എത്ര എണ്ണാണുള്ളത്? 6.022 into 10⁻23 യൂണിറ്റ്സ്. 6.022 into 10⁻23 യൂണിറ്റ്സ്. സോ നമ്മൾ പറയാണ് 1 പെയർ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ 2 ചോക്ലേറ്റ് ഉണ്ടാവും അല്ലേ? സോ 1 ഡസൻ ചോക്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ 12 ചോക്ലേറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ 1 മോൾ ചോക്ലേറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് അവിടെ 6.022 into 10⁻23 ചോക്ലേറ്റ്സ് ഉണ്ടാവും. സോ എന്താണ് നമ്മൾ അതിൻ്റെ കൂടെ കൂട്ടുന്നത്? അതാണ് സോ മോൾ ചോക്ലേറ്റ്സ്. 1 മോൾ ചോക്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ 6.022 into 10⁻23 ചോക്ലേറ്റ്സ്. സോ 1 മോൾ ആപ്പിൾ എന്ന് പറയുന്ന സമയത്ത് 6.022 into 10⁻23 ആപ്പിൾസ്. സോ ഇതെന്താണ്? ഒരു എണ്ണമാണ്. ഓക്കെ, മോൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതാണ് ഈ നമ്പർ 6.022 into 10⁻23. സോ ദിസ് നമ്പർ ഇസ് കോൾഡ് അവോഗാഡ്രോ നമ്പർ. അവോഗാഡ്രോ നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ക്യാപിറ്റൽ N ആൻഡ് ക്യാപിറ്റൽ A ആസ് സബ്സ്ക്രിപ്റ്റ്. നമ്മളൊരു ക്യാപിറ്റൽ N കൊടുത്തിട്ട് അതിൻ്റെ താഴെ ക്യാപിറ്റൽ Aനെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. ഓക്കെ, സോ അവോഗാഡ്രോ നമ്പർ ഈസ് 6.022 into 10⁻23. സോ 1 more apples, which means how many apples are there? 6.022 into 10⁻23 apples. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒരു റീക്യാപ്പ് ആവാം. നമുക്കറിയാം എന്താണ് ആറ്റം, എന്താണ് മോളിക്യൂൾ എന്നറിയാം അല്ലേ? സോ ആറ്റം എന്തായിരുന്നു? ആറ്റം വാസ് സിംഗിൾ അല്ലേ?
മോളിക്യൂളോ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾ ഫോം ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ നോക്കൂ, വി ഹാവ് എ നൈട്രജൻ ആറ്റം ഹിയർ. വി ഹാവ് one nitrogen atom here and here we have a nitrogen molecule. One nitrogen molecule ഉണ്ട് നമുക്ക് ഒരു സൈഡിൽ നമുക്ക് നൈട്രജൻ ആറ്റം ഉണ്ട് അല്ലേ? സോ എന്തിനാ മോളിക്യൂൾ ഉണ്ടാവുന്നത്? സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ആറ്റം എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. സോ 2 നൈട്രജൻ ആറ്റം കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു എന്തുണ്ടാകുന്നത്? നൈട്രജൻ മോളിക്യൂൾ ഉണ്ടാവുന്നത്. സോ ഇത് ക്ലിയർ അല്ലേ? ഇവിടെ ആറ്റംസും ഉണ്ട് മോളിക്യൂൾസും ഉണ്ട്. സോ ഹിയർ വി ഹാവ് one nitrogen atom and on the other side we have one nitrogen molecule. Okay? ഇനി atomic mass. Atomic mass എന്താണ്? Mass of an atom. ആറ്റത്തിന്റെ മാസിനെയാണ് നമ്മൾ atomic mass എന്ന് പറയുന്നത് അല്ലേ? സോ നൈട്രജന്റെ atomic mass എന്തായിരിക്കും? നൈട്രജന്റെ atomic mass will be 14 അല്ലേ? സോ atomic mass of nitrogen is 14. സോ ഇനി മോളിക്യുലർ മാസിലോട്ട് കിടക്കാം. അറ്റോമിക് മാസ് ആറ്റത്തിന്റെ മാസ് ആണെങ്കിൽ മോളിക്യുലർ മാസ് എന്തായിരിക്കും? മോളിക്യൂളിന്റെ മാസ് അല്ലേ? സോ സം ഓഫ് അറ്റോമിക് മാസ് ഓഫ് ഓൾ ആറ്റംസ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിലുള്ള എല്ലാ ആറ്റത്തിന്റെയും അറ്റോമിക് മാസ് സം ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് എന്ത്? മോളിക്യുലർ മാസ്, മോളിക്യൂളിന്റെ മാസ്. സോ ഇവിടെ എന്തുണ്ട്? നമുക്ക് 2 നൈട്രജൻ ഉണ്ട്. നൈട്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്ന സമയത്ത് N2 എന്ന ഗ്യാസ് ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ 2 ആറ്റംസ് ഓഫ് നൈട്രജൻ ഉണ്ട്. സോ നമ്മൾ എത്ര തവണ ഈ നൈട്രജന്റെ അറ്റോമിക് മാസിനെ ആഡ് ചെയ്യണം? 2 തവണ ആഡ് ചെയ്യണം. സോ ഹിയർ 14 plus 14 will be 28 and that 28 will be molecular mass of nitrogen N2 അല്ലേ? സോ molecular mass of nitrogen will be N2 ന്റെ molecular mass എന്തായിരിക്കും? 28 ആയിരിക്കും. Atomic mass was 14 അല്ലേ? സോ നമുക്ക് അറ്റോമിക് മാസ് ക്ലിയർ ആയി, മോളിക്യുലർ മാസ് ക്ലിയർ ആയി. ഇനി ഇവിടെ നോക്കൂ, നമുക്ക് ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ട്. മറ്റിടത്തും ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നോക്കൂ, നമ്പർ ഓഫ് ആറ്റംസ്. നമ്പർ ഓഫ് ആറ്റംസ് എത്ര ഉള്ളത്? ഇവിടെ നമുക്ക് 1 2 3 4 5 6 നൈട്രജൻ ആറ്റംസ് ഉണ്ട് അല്ലേ? സോ വി ഹാവ് 6 നൈട്രജൻ ആറ്റംസ്. ഇനി അപ്പുറത്ത് നോക്കൂ, നമ്പർ ഓഫ് മോളിക്യൂൾസ്. എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്? ഒരു മോളിക്യൂൾ ഫോം ചെയ്യാൻ എത്ര നൈട്രജൻ വേണമായിരുന്നു? 2 നൈട്രജൻ വേണമായിരുന്നു. സോ ദിസ് വിൽ ബി 1 അല്ലേ? ആൻഡ് ദിസ് വിൽ ബി 2 ആൻഡ് ദിസ് വിൽ ബി 3 മോളിക്യൂൾസ് ആണ് അവിടെ ഫോം ചെയ്തത്. അവിടെ 6 നൈട്രജൻ ആറ്റംസ് ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ എത്ര നൈട്രജൻ മോളിക്യൂൾസ് ഉള്ളൂ? 3 നൈട്രജൻ മോളിക്യൂൾസ് ഉള്ളൂ. ഓക്കെ, സോ നമ്പർ ഓഫ് മോളിക്യൂൾസ് വിൽ ബി 3 നൈട്രജൻ മോളിക്യൂൾസ്. മനസ്സിലാവുന്നില്ലേ? സോ ആറ്റത്തിൽ നിന്ന് മോളിക്യൂളിലോട്ട് വരുമ്പോൾ ഉള്ള മാറ്റം എങ്ങനെയാന്ന് മനസ്സിലാവുന്നില്ലേ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗ്രാം അറ്റോമിക് മാസ് എന്താണ് എന്നുള്ളതും ഗ്രാം മോളിക്യുലർ മാസ് എന്താണ് എന്നുള്ളതുമാണ്. സോ അതിനു വേണ്ടിയിട്ട് ആദ്യം ഗ്രാം അറ്റോമിക് മാസ് എന്താണ് എന്ന് നമുക്ക് പഠിക്കാം. സോ ദ മാസ് ഓഫ് ആൻ എലമെന്റ് in grams is equal to its atomic mass is called 1 gram atomic mass, 1 GAM of the element. എന്താണ് പറയുന്നത്? നമ്മളൊരു മാസ് എടുക്കുകയാണ് ഗ്രാംസിന്റെ ടേംസിൽ. അത് എലമെന്റിന്റെ അറ്റോമിക് മാസിനോട് ഇക്വാലന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ 1 GAM അല്ലെങ്കിൽ 1 ഗ്രാം അറ്റോമിക് മാസ് എന്ന് വിളിക്കും. GAM എന്ന് പറയുമ്പോൾ ഗ്രാം അറ്റോമിക് മാസ്. അറ്റോമിക് മാസ് ഇൻ ടേംസ് ഓഫ് ഗ്രാം എന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ അറ്റോമിക് മാസ് ഗ്രാംസിന്റെ ടേമിൽ എടുക്കുന്ന സമയത്ത് എന്താണത്? 1 GAM. അറ്റോമിക് മാസ് ഗ്രാംസിൽ എടുക്കുന്ന സമയത്ത് ദാറ്റ് വിൽ ബി 1 GAM. ഓക്കെ, ഒരു എലമെന്റിന്റെ മാസ് ഗ്രാംസിന്റെ ടേംസിൽ പറയുന്ന സമയത്ത് അതിന്റെ അറ്റോമിക് മാസിനോട് ഇക്വാലന്റ് ആയിരിക്കുമ്പോഴാണ് അതിനെ നമ്മൾ 1 GAM എന്ന് പറയുന്നത്. ഇനി ഗ്രാം മോളിക്യുലർ മാസ് എന്താണ്? നമ്മൾ അറ്റോമിക് മാസ് എന്താന്ന് പഠിച്ചു, മോളിക്യുലർ മാസ് എന്താണ് എന്ന് പഠിച്ചു. ഇനി ഗ്രാം മോളിക്യുലർ മാസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദ മാസ് ഓഫ് ആൻ മോളിക്യൂൾ ഇൻ ഗ്രാംസ് ഈക്വൽ ടു ഇറ്റ്സ് മോളിക്യുലർ മാസ് ഇസ് കോൾഡ് ഗ്രാം മോളിക്യുലർ മാസ്, 1 GMM. ഒരു മോളിക്യൂളിന്റെ മാസ് നമ്മൾ ഗ്രാംസിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മോളിക്യുലർ മാസിനോട് ഇക്വാലന്റ് ആയിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ 1 GMM എന്ന് പറയും. എന്താണ്? നമ്മൾ
ഒരു മോളിക്യൂളിൻ്റെ മാസ്, അതായത് ഒരു മോളിക്യൂളിൻ്റെ മാസ് എടുക്കുമ്പോൾ അത് ഗ്രാംസിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് 1 molecular mass of that 1 molecular mass in terms of gram ആകുമ്പോൾ അതിനെ 1 GMM എന്ന് പറയും. The mass of a molecule in grams which is equivalent to its molecular mass. ഒരു മോളിക്യൂളിൻ്റെ മാസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മോളിക്കുലാർ മാസിനോട് ഇക്വാലൻ്റ് ആയിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ 1 GMM 1 gram molecular mass expressed in terms of grams എന്ന് പറയും. സോ ഇനി ഫോർമുലാസ് ഉണ്ട്, എങ്ങനെയാണ് നമ്പർ ഓഫ് GAM അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്പർ ഓഫ് GMM കാണുക എന്നുള്ളത് നോക്കാം. സോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്പർ കാണുന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യൂൻറ്റിൻ്റെ മാസ്, അതായത് ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്തുള്ള മാസും ടോട്ടൽ ആയിട്ടുള്ള സമയത്തുള്ള മാസും അറിയുമെങ്കിൽ ടോട്ടൽ മാസിനെ കുഞ്ഞു മാസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ സെയിം കോൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. എന്താണ് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് GAM, എത്ര ഗ്രാം അറ്റോമിക് മാസ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗിവൺ മാസിനെ, ഗ്രാംസിലുള്ള ഗിവൺ മാസിനെ GAM വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ്. സോ ഗിവൺ മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ GAM വിൽ ഗീവ് അസ് നമ്പർ ഓഫ് GAM. എത്ര നമ്പർ GAM ഉണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും. സെയിം അതുപോലെ തന്നെയാണ് എന്ത് നമ്പർ ഓഫ് GMM. എന്തായിരുന്നു? ഗ്രാം മോളിക്കുലാർ മാസ്. എങ്ങനെയാണ്? ഗിവൺ മാസ് ഇൻ ഗ്രാംസ്, നമുക്ക് തന്നിട്ടുള്ള ഗിവൺ മാസിനെ നമ്മൾ ഗ്രാംസിൽ എഴുതുകയാണ്. അതിനെ ആരുമായിട്ട് ഡിവൈഡ് ചെയ്യാണ്? ഗ്രാം മോളിക്കുലാർ മാസുമായി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടോട്ടൽ എത്ര നമ്പർ ഓഫ് GMM ഉണ്ട് എന്നുള്ളത് കിട്ടും. മനസ്സിലായില്ലേ? സോ ഇനി ഇവിടെ നോക്കൂ, നമ്മൾ 1 മോൾ പഠിച്ചല്ലേ? 1 മോൾ ആറ്റം എന്താ വരിക? ദാറ്റ് നമ്പർ ഓഫ് ആറ്റംസ് എത്രയായിരുന്നു നമ്പർ? 6.022 into 10 raised to 23 atoms. So 1 mole atoms will be 6.022 into 10 raised to 23 atoms, and that is equivalent to 1 GAM. അതെന്താ, എന്തിനോട് ഇക്വാലൻ്റ് ആണ്? 1 GAM നോട് ഇക്വാലൻ്റ് ആണ്. ഓക്കെ, 1 മോൾ എന്ന് പറയുമ്പോൾ അതിൽ 6.022 into 10 raised to 23 നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാകും. അത് 1 GAM-നോട് ഇക്വാലൻ്റ് ആണ്. സിമിലർലി 1 മോൾ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ 6.022 into 10 raised to 23 molecules. അത് എന്തിനായിട്ട് ഇക്വാലൻ്റ് ആണ്? 1 GMM ആയിട്ട് ഇക്വാലൻ്റ് ആണ്. ഓക്കെ, സോ 1 മോൾ എന്ന് പറയുന്ന സമയത്ത്, 1 മോൾ ആറ്റംസ് എന്ന് പറയുന്ന സമയത്ത് അത് എന്തിനായിട്ട് ഇക്വാലൻ്റ് ആണ്? 1 GAM എന്ന് പറയുന്നതിനോട് ഇക്വാലൻ്റ് ആണ്. 1 മോൾ ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്ന സമയത്ത് അത് എന്തിനോട് ഇക്വാലൻ്റ് ആണ്? 1 GMM-നോട് ഇക്വാലൻ്റ് ആണ്. സോ നമ്മൾ ആറ്റം ആൻഡ് മോളിക്യൂൾ ഇതിൻ്റെ എന്തൊക്കെ പഠിച്ചു? നമ്പർ കാണാൻ പഠിച്ചു, പിന്നെ ഗ്രാം അറ്റോമിക് മാസ് എന്താണെന്ന് പഠിച്ചു, ഗ്രാം മോളിക്കുലാർ മാസ് എന്താണെന്ന് പഠിച്ചു, മോൾ വരുമ്പോൾ എങ്ങനെയാണ് അവർ വരുന്നത് എന്നൊക്കെ പഠിച്ചല്ലേ. സോ നമുക്കതൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ഈ നൈട്രജൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാം. സോ ഹിയർ വി ഹാവ് 28 grams ഓഫ് നൈട്രജൻ. നമുക്ക് 28 grams ഓഫ് നൈട്രജൻ ഉണ്ട്. എന്താണ് നൈട്രജൻ്റെ അറ്റോമിക് മാസ്? നൈട്രജൻ്റെ അറ്റോമിക് മാസ് വാസ് 14 അല്ലേ? സോ ഹിയർ വി ആർ റൈറ്റിംഗ് 14 ആണ് അറ്റോമിക് മാസ്. ഇനി ഇവിടെ നോക്കൂ, 1 GMM ഓഫ് നൈട്രജൻ. 1 GMM എന്ന് പറയുമ്പോൾ MM മോളിക്കുലാർ മാസ്, 1 മോളിക്യൂളിൻ്റെ ഗ്രാംസിൽ എക്സ്പ്രസ് ചെയ്ത മാസ് ആണ് അല്ലേ. സോ ദാറ്റ് ഹാവ് എത്രയാണ്? 28 grams ഓഫ് നൈട്രജൻ ഉണ്ടാകും അല്ലേ. സോ അത് എന്തിൻ്റെ ഡബിൾ ആണ്? അറ്റോമിക് മാസിൻ്റെ ഡബിൾ ആണ്. സോ അറ്റോമിക് മാസ് GAM പറയുന്ന സമയത്ത് അവിടെ എന്ത് വരും? 2 GAM വരും അല്ലേ. സോ ഇവിടെ നോക്കൂ, 2 GAM നൈട്രജൻ വന്നു. മനസ്സിലായില്ലേ? ആറ്റം ആയിരിക്കുന്ന സമയത്ത് സിംഗിൾ യൂണിറ്റീസ് ആണ്. സോ 2 into GAM. മോളിക്യൂൾ വരുന്ന സമയത്ത് അത് സിംഗിൾ യൂണിറ്റ് ആണ്. സോ 1 GMM. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1 മോൾ എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താണ്? 6.022 into 10 raised to 23 ടൈംസ് whatever the unit is അല്ലേ. സോ ഇവിടെ നോക്കൂ, നമുക്ക് 28 gram നൈട്രജൻ ഉണ്ട്. 28 gram നൈട്രജൻ നമ്മൾ എന്താ പറയുന്നത്? 2 ആറ്റംസ് കൂടി ചേർന്നിട്ട് 2 അറ്റോമിക് മാസ് ഉണ്ടല്ലേ ഈ 28 gram എന്ന് പറയുന്നതിൽ. സോ ദാറ്റ് വിൽ ബി 2 into these many atoms അല്ലേ. 2 into
6.022 into 10 raised to 23 ആറ്റംസ് ഉണ്ടായിരിക്കും അതിൽ. സോ മോളിക്യൂൾ ആവുന്ന കേസിൽ ഈ 2 ടൈംസ് ഉള്ള ആറ്റംസ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് സിംഗിൾ യൂണിറ്റ് ആവും. സോ ദാറ്റ് വിൽ ബി 6.022 into 10 raised to 23 molecules. ഓക്കെ, സോ അതും ക്ലിയർ ആയി. ഇനി എന്താണ്, നമുക്ക് 28 grams എന്ന് പറയുമ്പോൾ അവിടെ എത്ര അറ്റോമിക് മാസ് ഉണ്ട്? 2 അറ്റോമിക് മാസ് ഉണ്ട് നൈട്രജൻ്റെ അല്ലേ, 14 + 14. സോ ഈ 14 + 14 എന്ന് പറയുമ്പോൾ എന്താണ്, എത്ര നൈട്രജൻ ആറ്റംസ് ഉണ്ടാകും? മോളിൻ്റെ ടേമിൽ പറയുമ്പോൾ അവിടെ എത്ര നൈട്രജൻ ആറ്റംസ് ഉണ്ടാകും? ദർ വിൽ ബി 2 മോൾ അല്ലേ, 2 മോൾ ഉണ്ടാകും അല്ലേ. സോ 2 മോൾ നൈട്രജൻ ആറ്റംസ് വിൽ ബി ദെയർ 28 grams എന്ന് പറയുന്ന സമയത്ത്. ഇനി അതുപോലെ തന്നെ അത് ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ആവും, സിംഗിൾ യൂണിറ്റ് ആവും. സോ ദാറ്റ് വിൽ ബി 1 മോൾ ഓഫ് നൈട്രജൻ മോളിക്യൂൾസ്. ഓക്കെ, സോ ദാറ്റ് പോർഷൻ ഇസ് ക്ലിയർ. നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ ചെയ്യാം. സോ എക്സാമ്പിൾ ഹിയർ ഗിവൺ ഈസ്, നമുക്ക് ഓസോൺ, ഓക്സിജന്റെ 3 ആറ്റംസ് കൂടിയതാണ് O3 എന്ന് പറയുന്ന ഓസോൺ. സോ ഓസോൺ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളെ ഓക്സിജന്റെ അറ്റോമിക് മാസ്? ഇറ്റ് വാസ് 16 + 16 + 16 ആണ് എന്ത്, നമ്മുടെ 48. സോ നമുക്കിവിടെ 48 grams ഓഫ് ഓസോൺ ഉണ്ട്. ഓക്കെ, 48 grams of ozone. So atomic mass of oxygen is 16 അല്ലേ. സോ 48 grams-ൽ എത്ര 16 ഉണ്ട്? 3 times ഉണ്ട് അല്ലേ. സോ 3 × 16 = 48 gram ആണല്ലോ. സോ ഇവിടെ 3 × 16 grams. അപ്പോൾ എന്താണ്, 3 GAM അല്ലേ, 3 GAM ഓഫ് ഓക്സിജൻ ആറ്റം, 3 GAM ഓഫ് ഓക്സിജൻ ഉണ്ടായിരിക്കും അല്ലേ. സോ അത് ഈ 3 GAM കമ്പൈൻ ചെയ്തിട്ട് 1 മോളിക്യൂൾ ആവും, 1 യൂണിറ്റ് ആവും. സോ ദാറ്റ് വിൽ ബി 1 GMM. 1 മോളിക്യൂൾ അല്ലേ അവിടെ ഉണ്ടാവുന്നത്. സോ ദാറ്റ് വിൽ ബി 1 GMM ഓഫ് ഓസോൺ, 1 GMM ഓഫ് ഓസോൺ. ഓക്കെ, ആൻഡ് നൗ സോ നമ്മൾ 3 times 16 ഉണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് 3 times എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാകും? 3 × 6.022 into 10 raised to 23 oxygen atoms. So 3 × 6.022 into 10 raised to 23 oxygen atoms. Similarly, അത് സിംഗിൾ മോളിക്യൂൾ ആകും. സോ മോളിക്യൂളിൻ്റെ എണ്ണം ആയിരിക്കുമ്പോൾ എന്തായിരിക്കും? 6.022 into 10 raised to 23 മോളിക്യൂൾസ് ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ്, എത്ര മോൾ ഉണ്ട് എന്ന് പറയണം. സോ നമ്മൾ പറഞ്ഞു 1 മോൾ ആണ് എന്ത്, 6.022 into 10 raised to 23. സോ 3 മോൾ ആയിരിക്കുമ്പോൾ അതിന് നമ്മൾ 3 times 6.022 into 10 raised to 23 എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 3 മോൾ ആയിരിക്കും അല്ലേ. സോ 3 മോൾ ഓഫ് ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. ഈ സൈഡിലാകുമ്പോൾ ദാറ്റ് വിൽ ബി 1 മോൾ ഓഫ് ഓസോൺ മോളിക്യൂൾ, 1 മോൾ ഓഫ് ഓസോൺ മോളിക്യൂൾസ്. ക്ലിയർ ആയില്ലേ? ഇതുപോലെ എക്സാമ്പിൾസ് ചെയ്ത് നോക്കിയിട്ട് മോൾ കോൺസെപ്റ്റ് എന്താക്കണം, ക്ലിയർ ആക്കണം. മോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ഓഫ് ഗ്യാസ് ആൻഡ് മോൾസ്. എങ്ങനെയാണ് ഒരു ഗ്യാസിന്റെ വോളിയവും നമ്പർ ഓഫ് മോൾസും ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നത് എന്നാണ് ഇനി പഠിക്കാനുള്ളത്. സോ നോക്കൂ, 1 mole of any gas under same conditions of temperature and pressure will contain same number of molecules and hence their volume will be also same. നമ്മൾ സെയിം കണ്ടീഷൻ എടുക്കുകയാണ്. എന്താണ് എടുക്കുന്നത്? സെയിം ടെമ്പറേച്ചറും സെയിം പ്രഷറും എടുക്കുന്ന സമയത്ത് they will contain same number of molecules, hence their volume will be equal. ഒരേ വോളിയം ആയിരിക്കില്ലേ അവർക്ക് ഉണ്ടായിരിക്കുന്നത്, അതാണ് പറയുന്നത്. ആൻഡ് hence this is called molar volume. നമ്മൾ ഒരു മോൾ സബ്സ്റ്റൻസ് എടുക്കുകയാണ്, അതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ എത്ര വോളിയം ഉണ്ടോ അതിനാണ് നമ്മൾ മോളാർ വോളിയം എന്ന് പറയുന്നത്. വേറൊരു ഗ്യാസ് എടുത്തിട്ട് സെയിം കണ്ടീഷൻസ് കൊടുക്കുകയാണ്, വേറൊരു ഗ്യാസിൻ്റെ 1 മോൾ എടുത്തിട്ട് സെയിം ടെമ്പറേച്ചറും പ്രഷറും കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ വോളിയം എന്തായിരിക്കും? ഈ ഗ്യാസിൻ്റെ വോളിയത്തിനോട് ഇക്വാലൻ്റ് ആയിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി അവർ മോളാർ വോളിയം. സോ ഇവിടെ നോക്കൂ, നമ്മൾ 2 കണ്ടെയ്നറിലായിട്ട് 2 ഡിഫറെൻറ്റ് ഗ്യാസസ് എടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ ഗ്യാസസ്? ഓക്സിജൻ
ആൻഡ് നൈട്രജൻ. എത്ര എമൗണ്ട് എടുത്തിട്ടുള്ളത്? 1 മോൾ. രണ്ടിലും 1 മോൾ ആണ് എടുത്തിട്ടുള്ളത്. ഒന്നിൽ ഓക്സിജൻ ആണ്, ഒന്നിൽ നൈട്രജൻ ആണ്. അതിൽ ടെമ്പറേച്ചറും പ്രഷറും എന്താണ്? സോ വി ഹാവ് ഗിവൺ T1 T1 ഒരേ ടെമ്പറേച്ചർ ആണ് രണ്ട് ഗ്യാസിനും കൊടുക്കുന്നത്. പിന്നെ P1 P1 ഒരേ പ്രഷർ ആണ് രണ്ട് ഗ്യാസിനും കൊടുക്കുന്നത്. ഒരേ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും, കാരണം 1 മോൾ ആണ്. അതിൽ ഒരേ ടെമ്പറേച്ചർ ആണ്, ഒരേ പ്രഷർ ആണ്. സോ വി ആർ സേയിങ് ദാറ്റ് ദ വോളിയം വിൽ ഓൾസോ ബി സെയിം. V1 will be equal to V2, that is V, and that is our molar volume. ഈ വോളിയവും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിനെയാണ് നമ്മൾ മോളാർ വോളിയം എന്ന് വിളിക്കുന്നത്. ഇനി മോളാർ വോളിയം അറ്റ് STP. ഈ മോളാർ വോളിയം STPയിൽ എങ്ങനെയാണ് എന്നാണ്. എന്താണ് STP? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നമ്മളൊരു സ്റ്റാൻഡേർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് ടെമ്പറേച്ചറിനും പ്രഷറിനും വേണ്ടിയിട്ട്. ഏതൊക്കെയാണത്? ടെമ്പറേച്ചർ ഇസ് 273 Kelvin, ദാറ്റ് ഇസ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ 1 atm പ്രഷർ. സോ ടെമ്പറേച്ചർ ഇസ് 273 Kelvin ആൻഡ് പ്രഷർ ഇസ് 1 atm. ഈ കണ്ടീഷനിൽ 1 മോൾ മോളിക്യൂൾ എടുക്കുന്ന സമയത്ത് അവരുടെ വോളിയം എത്രയായിരിക്കും? 22.4 ലിറ്റർ. എത്രയായിരിക്കും? 22.4 ലിറ്റർ. ദാറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ് അല്ലേ? നമ്മൾ സെയിം കണ്ടീഷൻസ് ആണ് കൊടുക്കുന്നത്. സോ ഏത് ഗ്യാസ് എടുത്താലും അത്ര തന്നെ ആയിരിക്കും വോളിയം. അതിനെയാണ് നമ്മൾ മോളാർ വോളിയം എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് 22.4 ലിറ്റർ. അറ്റ് STP, 1 mole of any gas will occupy a volume of 22.4 liters, and that is molar volume. Okay. Number of moles of gas at STP. ഇപ്പോൾ നമ്മൾ മോളാർ വോളിയത്തിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് അറ്റ് STPയിൽ അപ്പോൾ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വോളിയം ഇൻ ലിറ്റേഴ്സ് അറ്റ് STP. എത്ര വോളിയം ലിറ്റേഴ്സിലുണ്ട് STP കണ്ടീഷനിൽ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നുള്ള ഈ കണ്ടീഷനിൽ STPയിൽ വോളിയം ഇൻ ലിറ്റേഴ്സ്, എത്ര ടോട്ടൽ വോളിയം ലിറ്റേഴ്സിലാക്കി എഴുതുന്നു. അതിന് നമ്മൾ 22.4 എന്ന വോളിയമായിട്ട് ഡിവൈഡ് ചെയ്താൽ അവിടെ നമുക്ക് എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് ആ ഗ്യാസ് എന്ന് അറിയാൻ പറ്റും. ഓക്കെ. സോ 1 ആയിരുന്ന സമയത്ത് 1 മോൾ ഗ്യാസ് ആയിരുന്ന സമയത്ത് 22.4 ആയിരുന്നു. അത് 2 ആയിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ എന്താ ചെയ്യണ്ടേ? 22.4 ചെയ്യണം. അങ്ങനെ നമുക്ക് എത്ര മോൾസ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ വോളിയത്തിനെ 22.4 എന്ന ഈ വോളിയവുമായിട്ട് ഡിവൈഡ് ചെയ്യണം. സോ ഇതോടെ നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. സോ കുറേ പ്രോബ്ലംസ് വരുന്ന സെക്ഷനാണ്. സോ കുറേ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.